ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബഡ്സ് കോടതിയിലെ അഡ്ജോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കേസ്, ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്ന FIR ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ്. അതിൻ്റെ ഹിയറിംഗ് 11-ാം തീയതിയാണ്. അപ്പോൾ അതിൽ തീരുമാനമായിട്ടാകുമ്പോൾ 15-ാം തീയതി വിഷു കഴിഞ്ഞ് ഈ കേസ് എടുക്കാമെന്നുള്ള രീതിയിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ കേസ് ഈ ഹൈറിച്ചിൻ്റെ ബഡ്സ് പരമായിട്ട് ബഡ്സിൻ്റെ ഫൈനൽ അറ്റാച്ച്മെൻറ്റ്, പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസ് തുടങ്ങിയിരിക്കുന്നത് മാർച്ച് 22-നാണ്. അത് 26-ാം തീയതിക്ക് മാറ്റിവെക്കുകയും 26-ാം തീയതിയിൽ നിന്ന് 1-ാം തീയതി മാറ്റിവെക്കുകയും 1-ാം തീയതിയിൽ നിന്ന് 5-ാം തീയതി മാറ്റിവെക്കുകയും ചെയ്തതാണ്. അപ്പോൾ അന്നൊന്നും ഇവർ ഇങ്ങനെ ഒരു FIR ക്വാഷിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മാത്രമാണ് ഇങ്ങനെ ഒരു FIR ക്വാഷ് ചെയ്തതിൽ ഇതുവരെ ഒരു വാദം പോലും നടന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് ഫയൽ ചെയ്തത് ഫെബ്രുവരി 1-ാം തീയതിയും 2-ാം തീയതി അതിൻ്റെ ഫസ്റ്റ് അഡ്മിഷന് വേണ്ടിയിട്ട് എടുത്തതുമാണ്. പിന്നെ അത് 5-ാം തീയതിക്ക് മാറ്റുന്നു, 12-ാം തീയതിക്ക് മാറ്റുന്നു, 27-ാം തീയതിക്ക് മാറ്റുന്നു, മാർച്ച് 5-ലേക്ക് മാറ്റുന്നു, പിന്നെ മാർച്ച് 13-ലേക്ക് മാറ്റുന്നു, 13-ന്ന് ഏപ്രിൽ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഏപ്രിൽ 1-ലേക്ക് മാറ്റുന്നു, അവിടെ നിന്ന് വീണ്ടും 11-ലേക്ക് മാറ്റുന്നു. ഇതിൽ 5 തവണ 7 തവണയുള്ളതിൽ 5 തവണ കേസ് മാറ്റിവെപ്പിച്ചത് ഈ കേസ് കൊടുത്തവർ തന്നെയാണ് എന്നതാണ് പരിഹാസ്യമായ കാര്യം. അതുപോലെ 2 തവണ പബ്ലിക് പ്രോസിക്യൂട്ടറും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടാനുണ്ട്, ഹയർ അതോറിറ്റിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടാനുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യവും കൂടി നീട്ടിവെപ്പിച്ച ഒരു കേസാണ്. അപ്പോൾ ഇത് 13-ാം തീയതി മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി തുടങ്ങിയ പാടെ തന്നെ നമുക്ക് മെസ്സേജ് വരികയാണ്, ഈ കേസ് ഇത്രാം തീയതിയേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന്. ഒരു കുറിപ്പ് കൊടുക്കുകയാണ്, സംഭവങ്ങൾ ഇത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ട് കുറിപ്പ് കൊടുക്കുകയാണ്. അല്ലാതെ അവിടെ വക്കീലന്മാരാരും തന്നെ ഹാജരായിട്ട് വാദങ്ങളൊന്നും നടന്നിട്ടില്ല. എന്നാൽ ഈ കേസിനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി തവണ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി, അത് കോടതിയിൽ, ജില്ലാ കോടതിയിൽ കൊടുത്ത്, ജില്ലാ കോടതിയുടെ ഡയറക്ഷനോടുകൂടി അത് ബഡ്സിൻ്റെ കോമ്പിറ്റൻ്റ് അതോറിറ്റിയായ സഞ്ജയ് എം കൗളിന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സ്ക്രൂട്ടിനിക്ക് വിധേയമായി അദ്ദേഹം ഇത് തട്ടിപ്പാണെന്ന് ബോധ്യമായതിൻ്റെ പശ്ചാത്തലത്തിൽ ബഡ്സ് ആക്ട് പ്രകാരം നടപടിയെടുത്തുള്ള ഒരു കേസാണ്. അപ്പോൾ അത് അങ്ങനെ ചുമ്മാ ഒരു വ്യാജ പരാതിയാണ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ചെയ്യണം, നമുക്ക് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ കളങ്കമാണ്, നമ്മുടെ കമ്പനിക്ക് ഇതൊരു കളങ്കമാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഇതിൻ്റെ ഗതി നോക്കിക്കഴിഞ്ഞാൽ 11-ാം തീയതിയും ഇത് വെക്കേഷന് ശേഷം മെയ് മാസം അവസാനത്തെ ഒരു ദിവസത്തിലേക്ക് ഇത് മാറ്റി വെക്കുകയാണ് ഉണ്ടാകാൻ പോകുന്നത്. അല്ലാതെ ഇതിൽ യാതൊരു വിധത്തിലുള്ള ഹിയറിംഗ് അല്ലെങ്കിൽ വാദങ്ങളും നടക്കാൻ സാധ്യതയില്ല എന്നാണ്. ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് പെട്ടിരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും പൂളിംഗം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ പെട്ടിരിക്കുകയാണ്. അവരിത് ഹൈറിച്ചിൻ്റെ ലീഡർമാർ, ഹൈറിച്ച് ഒളികൾ നന്നായിട്ട് അവരെ പറ്റിക്കുന്നുമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവർ ഒരു വെള്ള പേപ്പറിൽ ഈ കമ്പനി ഈ കേസ് തുടരേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, കേസ് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു വെള്ളക്കള്ളാസിൽ ആധാർ കാർഡും ചേർത്തിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ പ്രമാദമായിരിക്കുന്ന ഒരു കേസാണ് കരിവന്നൂർ ബാങ്ക് കേസ്. അപ്പോൾ അതിൽ നിക്ഷേപകരെല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണസമിതി ഈ കേസ് തുടരേണ്ടതില്ല, നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ഒരു വെള്ളക്കള്ളാസിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ED കേസ് പിൻവലിക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം നടത്തുന്ന
നടത്തി അതിലെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് അല്ലെങ്കിൽ ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിൽ നിന്ന് പൈസ ലക്ഷങ്ങൾ കോടികൾ കൈപ്പറ്റി അത് ലീഡർമാർക്ക് വീതിച്ചു കൊടുത്ത് അവരിപ്പോൾ പറയുന്നത് നമുക്ക് എന്തെന്നില്ലാത്ത സമ്പത്ത് നൽകിയ ഒരു കമ്പനിയാണ്. എങ്ങനെയാണ് ഈ സമ്പത്ത് കിട്ടിയത് എന്ന് ഇവരാരും തന്നെ ചിന്തിക്കുന്നില്ല. അവർ ചേർത്തവരോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ കീഴിൽ വന്നവരോ ചേർത്ത ആളുടെ പണമാണ് ഇങ്ങനെ വീതിച്ച് കിട്ടിയത് എന്ന കാര്യം ഇവർ മറക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഓർക്കാൻ പോലും തയ്യാറാവുന്നില്ല. അങ്ങനെ അവരത് ഓർക്കുന്നുണ്ടെങ്കിൽ ഇവർക്കറിയാം ഇത് മണി റൊട്ടേഷൻ ആണെന്നും ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സമ്മതം ഇല്ലാതെ RBIയുടെയോ മറ്റ് അതോറിറ്റിയുടെയോ സമ്മതമില്ലാതെ ഇങ്ങനെ പണം പബ്ലിക്കിൻ്റെ അടുക്കുന്ന വാങ്ങാൻ പാടില്ല എന്നും ഒക്കെ ഇവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ ഇവർ പറയുന്നത് നമുക്ക് എന്തൊന്നില്ലാത്ത സമ്പത്ത്, കാറുകൾ, ബംഗ്ലാവുകൾ ഒക്കെ തന്ന കമ്പനിയാണിത്, അത് സത്യമുള്ള കമ്പനിയാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നിരവധി FIRകൾ ഇപ്പോൾ നിലവിലുണ്ട്. അത് ഒരുപക്ഷെ അതിൻ്റെ എമൗണ്ടുകൾ കുറവായിരിക്കാം. പക്ഷേങ്കിൽ ഒരാളാണെങ്കിലും അത് നിയമത്തിൻ്റെ മുന്നിൽ ഭൂരിപക്ഷത്തിനല്ല പ്രാധാന്യം, അതിലെ കാര്യമുണ്ടോ എന്നാണ് നിയമം പരിശോധിക്കുക. അല്ലാതെ ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടിയിട്ട് കോടതി വളപ്പിൽ ശക്തി പ്രകടനം കാണിച്ചോ അല്ലെങ്കിൽ മാർച്ച് സംഘടിപ്പിച്ചോ ഒന്നും തന്നെ യാതൊരു കാര്യമില്ല എന്നാണ്. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. ആ തെളിവുകൾ ധാരാളം ED ആയാലും കേരള പോലീസ് ആയാലും ഇതിനകം ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അതിൻ്റേതായ സമയമെടുത്ത് കാര്യങ്ങൾ അവസാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അല്ലാതെ ഇത് ചില കാര്യങ്ങൾ ഇവർ അവിടെ ഇവിടെയും കേസ് കൊടുത്തുകൊണ്ട് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ലിങ്ക്ഡ് ആകുന്നതുകൊണ്ട് മാത്രം വരുന്ന ചില ഡിലേ മാത്രമാണിത്. എന്തായാലും ഈ കമ്പനി 100 അല്ല 1000% തിരിച്ചു വരില്ല എന്ന് ശ്രീനാഥ് പ്രതാപനും പറയുന്ന പോലെ തന്നെ നമുക്കും പറയാൻ സാധിക്കും. ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന്. കോടിക്കണക്കിന് പണം നിക്ഷേപിച്ചവർക്കും ഇപ്പോൾ അതിൻ്റെ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈ കമ്പനി തിരിച്ചു വരില്ല എന്നും ഈ കമ്പനി ഇതുവരെ നിന്നിരുന്നത് ആൾക്കാർ ഇതുപോലെ പൈസ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുടുംബക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങി മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ കൂലിപ്പണിക്ക് പോയവൻ ഇപ്പോൾ പോകുന്ന കാറ് കണ്ടോ, അവൻ ഇട്ട കോട്ട് കണ്ടോ, അവൻ്റെ വീട് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ്. അത് വിദ്യാഭ്യാസമുള്ളവരായിക്കോട്ടെ, ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവരായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള സമൂഹത്തിൻ്റെ പല തട്ടിലുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ വീട്ടിലും ബാങ്കിലും ഒക്കെ പണം അധികമായിട്ട് കിടക്കുന്ന ആൾക്കാർ, ഇതെങ്ങനെയാണ് ഇരട്ടിപ്പിക്കുക എന്ന് പറഞ്ഞ് നടക്കുന്നവർ, പെൻഷൻ്റെ തുക കിട്ടിയവർ, അങ്ങനെയൊക്കെയുള്ളവർ, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് പാവങ്ങൾ, ലോൺ എടുത്തവർ, കെട്ടുതാഴി പണയം വെച്ചവർ, വീടിൻ്റെ ആധാരം പണയം വെച്ചവർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇത് ഇരട്ടിപ്പിക്കണം എന്നുള്ളത്. പിന്നെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ അവർ വീണുപോയതാവാം. അപ്പോൾ അവർക്കൊക്കെ ഇനി ഒറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ, കേസ് കൊടുക്കുക. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ലയബിലിറ്റി ലിസ്റ്റിൽ വരിക എന്നത് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അത് എനിക്ക് തോന്നുന്നില്ല അത് ഇത്രമാത്രം ഇങ്ങനെ ഒരു നീട്ടിവെക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ റിവ്യൂ നടത്തുന്ന സമയത്ത് കലക്ടറാണ് ഇതിൻ്റെ ചുമതല. അപ്പോൾ അവരുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ലോ സെക്ഷൻ ഇതൊക്കെ പരിശോധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് അടുത്ത ഹിയറിങ്ങിൻ്റെ ദിവസം ഇതിൻ്റെ മാറ്റങ്ങൾ, ഇതിൻ്റെ ആവശ്യമില്ല എന്നും അത് വേറെ രീതിയിൽ പോകുന്നതെന്നും ഈ ബഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നിരിക്കുന്ന നടപടികളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തൽ വരുത്തേണ്ട ഒന്ന് മാത്രമാണെന്നും അല്ലാതെ ഈ FIR ക്വേഷനും ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ.